നെയ്യാറ്റിൻകരയിലെ ഗോപൻ എന്ന് പറയുന്ന മണിയന്റെ വിവാദ കല്ലറ ഇന്ന് തുറക്കുന്ന ദിവസമാണ്. അവിടെ ഈ ഗോപനെ സമാധിയിരുത്തി എന്നാണല്ലോ മക്കളൊക്കെ പറയുന്നത്, മക്കളും കുടുംബവും പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലൊരു അതിൽ വലിയ ദുരൂഹത നിൽക്കുന്ന സാഹചര്യമുണ്ട്. ആ ദുരൂഹതയുടെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട് നമുക്ക്. അത് സംസ്ഥാനത്തിൻ്റെ, സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് ആ ദുരൂഹത മറനീക്കുക എന്നത്. ഏതായാലും ഇന്ന് ഈ കല്ലറ തുറന്ന് പരിശോധിക്കും. പക്ഷേ കല്ലറ തുറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് കുടുംബമുള്ളത്. നേരത്തെ കോടതിയും കല്ലറ തുറക്കാനുള്ള അനുവാദം നൽകിയിരുന്നു. അതുമാത്രമല്ല, ഇതിനിടയിൽ കുളം കലക്കാൻ വർഗീയ ഇടപെടലുകളുമായി സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നാട്ടുകാർ ഒരു വശത്ത്, സംഘപരിവാർ സംഘടനകളും കുറച്ചാളുകളും മറുവശത്തും നിൽക്കുന്നു, അവരുടെ കൂടെ കുടുംബവും നിൽക്കുന്നു. ഏതായാലും നമുക്ക് നോക്കാം ഇന്ന് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. കമലേഷാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. കല്ലറ തുറന്ന് പരിശോധിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തുന്നതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. അതപ്പോൾ സബ് കളക്ടർ അവിടെ എത്തിയിരിക്കുന്നു ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പോലീസൊക്കെ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഇപ്പോൾ ഈ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാധ്യമങ്ങൾക്കടക്കം അങ്ങോട്ടേക്ക് പ്രവേശനം നിഷേധിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാം, ഒരാളെ അടക്കം ചെയ്തൊരിടമാണ്. അപ്പോൾ ആ കല്ലറ പൊളിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റേതായ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണം, അതിൻ്റേതായ മറ്റ് സംരക്ഷണ നടപടികളൊക്കെ വേണം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അങ്ങോട്ടേക്ക് ആളെ കടത്തിവിടുന്നില്ല. ഇപ്പോൾ സബ് കളക്ടറൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കല്ലറ പൊളിക്കുന്നതിനുള്ള, തുറന്ന് പരിശോധിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. വലിയ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കനത്ത സുരക്ഷാ വലയത്തിലാണ് ആ പ്രദേശം നിൽക്കുന്നത്. പ്രതിഷേധ സാഹചര്യമൊക്കെ മുൻകൂട്ടി കാണുന്നുണ്ട് പോലീസ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇടം. കാരണം കുടുംബമൊക്കെ ഇപ്പോഴും പ്രതിഷേധവുമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ നിയമപരമായ ഉത്തരവാദിത്വം നിറവേറ്റുക എന്ന വലിയ ധർമ്മം അവിടെ പോലീസിനെ സംബന്ധിച്ചുണ്ട്. കാരണം നാട്ടുകാരടക്കം ആ മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. നമുക്ക് ആ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലിയ ദുരൂഹത ഈ സമാധി എന്ന് പറയുന്ന ഈ മരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. കമലേഷ് ഉണ്ട് നമ്മളോടൊപ്പം. കമലേഷ്, സബ് കളക്ടർ അടക്കം അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. കല്ലറ തുറക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞോ? മനു, തീർച്ചയായും ഈ കല്ലറ തുറന്ന് പരിശോധിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. വളരെ നേരത്തെ തന്നെ ഫോറൻസിക് സംഘം ഈ പ്രദേശത്ത് എത്തിയിരുന്നു. മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സബ് കളക്ടറും ഈ പ്രദേശത്ത് എത്തിയിരിക്കുന്നു. സബ് കളക്ടർ ഇപ്പോൾ ഈ കല്ലറ മൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. അതിനകത്ത് മറ്റ് കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം അല്പസമയത്തിനകം തന്നെ ഈ കല്ലറ തുറക്കുന്ന ജോലികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. തൊട്ട് മുൻപ് ഒരു 2-3 മിനിറ്റ് മുൻപ് ഈ കല്ലറ തുറക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി ഒരു തൊഴിലാളി കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇരുമ്പ് ദണ്ടടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഇത് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തൊഴിലാളിയെ, 2 തൊഴിലാളികളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരും ഈ പ്രദേശത്തേക്ക് പോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ കല്ലറ തുറക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെയല്ല, ഇന്നിപ്പോൾ ഈ കല്ലറ മുഴുവനും ടാർപ്പ ഉപയോഗിച്ച് മൂടുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റ് ആളുകളെയും, ഈ ഉദ്യോഗസ്ഥരല്ലാത്ത മറ്റ് മുഴുവൻ ആളുകളെയും, അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെയും ഈ കല്ലറയുടെ സമീപത്ത് നിന്നും വളരെ ദൂരത്തേക്ക് മാറ്റി വടം കെട്ടിത്തിരിച്ച് മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ നടപടിക്രമങ്ങളെല്ലാം നടത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഏതായാലും കുറച്ച് നാളുകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കുന്നതിനാവശ്യമായിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഒരു നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അല്പസമയത്തിനകം തന്നെ ഇതിനകത്ത് ഈ നെയ്യാറ്റിൻകരയിലെ ഈ കാവുവിളാകത്തെ കാണാനില്ല എന്ന പരാതിയിൽ പറയുന്ന ഗോപൻ എന്നയാൾ ഇതിനകത്തുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും. ഉണ്ടെങ്കിൽ ആ മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തീകരിക്കുന്നതിൽ എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. ഈ കല്ലറയുടെ തൊട്ട് സമീപത്ത് തന്നെ ടർപ്പ കെട്ടി മറച്ച് അതിനകത്ത് വെച്ച് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അത് ആരംഭിക്കും. അതോടുകൂടി ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ദുരൂഹതയ്ക്ക് ഒരു അന്ത്യമുണ്ടാകും, ഒരു അവസാനമുണ്ടാകും എന്നുകൂടി പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്. അതോടൊപ്പം
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുടുംബം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നു, വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ചില സംഘപരിവാർ സംഘടനകൾ അടക്കം ഈ വിഷയത്തിൽ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് ഇതിനെ വർഗീയമായി തിരിച്ചുവിടുന്നതിനുള്ള ചില ശ്രമങ്ങളും നടത്തി. എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ വിധി വന്നതോടുകൂടി ഈ വിഷയത്തിൽ നിന്ന് സംഘപരിവാർ സംഘടനകൾ പതിയെ വലിയുന്ന പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുടുംബമടക്കം ചില ആവശ്യങ്ങൾക്കായി ഈ സംഘപരിവാർ സംഘടനകളെ വിളിച്ചപ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല എന്നതാണ് കുടുംബവും പ്രതികരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നീതിന്യായ വ്യവസ്ഥ ജയിക്കുന്നു എന്ന നിലയിലേക്ക് തന്നെ നമുക്ക് കാര്യങ്ങൾ കാണുന്നു. മതം എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തൊരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥിതിയുടെ ഒരു വിജയം കൂടിയാണിത്. അങ്ങനെ ഒരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നതോടുകൂടി സംഘപരിവാർ സംഘടനകൾക്ക് ഇതിൽ നിന്നും പിന്മാറേണ്ടി വന്നു. കുടുംബവും അവരുടെ നിലപാടിൽ നിന്ന് അല്പം അയയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. നിലവിൽ ഇപ്പോൾ ഈ വീട്ടിൽ ഈ ഗോപന്റെ ഇളയ മകൻ മാത്രമാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം മകന്റെ ഭാര്യയ്ക്ക് ചില അസ്വസ്ഥതകൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയും മൂത്ത മകനും ഈ മരുമകളും ആശുപത്രിയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മകൻ മാത്രമാണ് ഇപ്പോൾ ഈ വീട്ടിനകത്തുള്ളത്. ഏതായാലും മറ്റ് നടപടികളെല്ലാം തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ഫോഴ്സിനെ രാവിലെ തന്നെ ഇവിടെ എത്തിച്ചിരുന്നു. രാവിലെ എന്നല്ല, ഇന്നലെ രാത്രി തന്നെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പോലീസ് സംഘത്തെ ഇവിടെ ഈ പ്രദേശത്ത് വിന്യസിച്ചിരുന്നു. ഇന്ന് കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി. നെയ്യാറ്റിൻകര ഡിവൈഎസ്പി, അതുപോലെ തന്നെ നെടുമങ്ങാട് ഡിവൈഎസ്പി അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുന്ന സാഹചര്യമുണ്ടായി. അവർ രാവിലെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള എല്ലാ ഇടപെടലും നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സബ് കളക്ടർ OV ആൽഫ്രഡ് കൂടി ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ കല്ലറ മറച്ചിരിക്കുന്ന ഭാഗത്തേക്ക് അദ്ദേഹം നടന്നു പോകുന്നത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. നേരത്തെ അതിനകത്ത് കയറി പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ കല്ലറ പൊളിക്കുന്നതിനുള്ള തൊഴിലാളികളും ഈ പ്രദേശത്ത് ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇത് തുറന്ന് ഇതിന്റെ പരിശോധനകൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ കുടുംബം വലിയ ഒരു പ്രതിഷേധമുയർത്തുന്ന സാഹചര്യമുണ്ടായി. ഈ തന്റെ അച്ഛൻ, അതായത് കോടതി ചോദിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിലത്, അങ്ങനെ മരണമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ മരണ സർട്ടിഫിക്കറ്റ് എങ്കിലും കുടുംബം കാണിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് കോടതി പറഞ്ഞു. അതേസമയം മരണ സർട്ടിഫിക്കറ്റ് പോലും ഹാജരാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇതിന് അസ്വാഭാവിക മരണമാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് കോടതിക്ക് എത്തേണ്ടി വരും എന്ന് വളരെ കൃത്യമായി കോടതി ചൂണ്ടിക്കാട്ടി. അങ്ങനെയെങ്കിൽ ഇത് തുറന്നു പരിശോധിക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന ഒരു വിധി കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. എന്നാൽ ആ വിധി വന്ന ഘട്ടത്തിലും കുടുംബം ആ നിലയിൽ ഇതിനോട് സഹകരിക്കും എന്ന ഒരു നിലപാടിലേക്ക് വന്നില്ല. എതിർപ്പ് ഉണ്ട്, ഇത് തുറന്നു പരിശോധിക്കാൻ കഴിയില്ല, തന്റെ പിതാവ് മരിച്ചതല്ല സമാധിയായതാണ് എന്നതടക്കമുള്ള വാദങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസവും കുടുംബം മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കല്ലറ തുറക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി ഫോറൻസിക് സംഘം അടക്കം എല്ലാ സജ്ജീകരണങ്ങളുമായി പോലീസ് ഇവിടെ എത്തിയെങ്കിലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില സംഘപരിവാർ സംഘടനകൾ ഇതിനകത്ത് ഇടപെടുകയും ഇതിനെ വർഗീയവൽക്കരിച്ച് ദിശ മാറ്റിവിടുന്നതിനുള്ള ചില ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള ആളുകൾ ഈ കുടുംബത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഈ കല്ലറയ്ക്ക് സമീപത്ത് വലിയ പ്രതിഷേധമുണ്ടാക്കുകയും കോലാഹലമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന്റെ ഭാഗമായി തന്നെ നാട്ടുകാരിൽ ചിലർ മറ്റൊരു വശത്ത് സംഘടിക്കുകയും ചെയ്തു. ഈ സംഘപരിവാർ സംഘടനകൾ പ്രധാനമായും നാട്ടുകാർക്കെതിരെയാണ് ചില ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതിനെ വർഗീയമായി മതപരമായി മാറ്റി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. ഇതോടുകൂടി നാട്ടുകാരെല്ലാവരും സംഘടിക്കുകയും അതിനെതിരെ ഒരു സംഘർഷത്തിന്റെ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. രണ്ട് വിഭാഗങ്ങളായി തിരിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടുകൂടി തന്നെ പോലീസിന് ഇതിൽ നിന്നും പിന്മാറേണ്ടി വന്നു. വലിയ ബഹളമുണ്ടായി. രണ്ട് വിഭാഗങ്ങളെയും പോലീസിന് ഇവിടെ നിന്നും മാറ്റി നിർത്തേണ്ടി വന്നു. അതിനുശേഷം നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ കുടുംബവുമായി പോലീസും ഈ സബ് കളക്ടറുടെയും അടക്കം നേതൃത്വത്തിൽ വളരെ ദീർഘനേരം ചർച്ച നടത്തുന്ന സാഹചര്യമുണ്ടായി. ചർച്ചയല്ല, ഇതിന്റെ നിയമപരമായ വിഷയങ്ങളെ കുടുംബത്തെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു
കാര്യമാണ് നടന്നത് എന്ന് അതിനുശേഷം സബ് കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തു. അന്ന് തന്നെ സബ് കളക്ടർ വ്യക്തമാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ നിന്നും പോലീസിന് ഒരിക്കലും പിന്നോട്ട് പോകാൻ കഴിയില്ല. മതപരമായ വിഷയങ്ങൾ പോലീസ് ഇതിൽ കാണുന്നില്ല. നിയമപരമായി മാത്രമാണ് പോലീസിന് ഇത് എടുക്കാൻ കഴിയുക. പോലീസിന് മുന്നിൽ ഒരു മാൻ മിസ്സിംഗ് കേസാണ് നിലവിലുള്ളത്. അതിൽ നടപടിയെടുക്കേണ്ടത് അനിവാര്യമാണ്. ആ നിലയിൽ 2 ദിവസത്തിനകം തന്നെ ഈ കല്ലറ തുറന്ന് പരിശോധന നടത്താൻ പോലീസ് നിർബന്ധിതരാവുകയാണ്. അത് ചെയ്യാതെ പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ പരാതിയിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ഇത് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന നിലപാടിലേക്ക് അന്ന് തന്നെ പോലീസ് എത്തി. അതിന്റെ വളരെ കൃത്യമായ സൂചന തന്നെയാണ് സബ് കളക്ടറും അന്ന് നൽകിയിട്ടുണ്ടായിരുന്നത്. ആ നിലയിൽ 2 ദിവസത്തിനകം സബ് കളക്ടർ പറഞ്ഞ ആ 2ാമത്തെ ദിവസമാണ് ഇന്ന് വളരെ കൃത്യമായി തന്നെ കോടതിയുടെ ഉത്തരവോടുകൂടി, കോടതിയുടെ വിധി കൂടി അനുകൂലമായ പശ്ചാത്തലത്തിലാണ് ഈ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മനു.